ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ മാസത്തിലാണ്, 2024. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്, കാരണം ബോംബെയിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഉടമ്പടിയിൽ ഞാൻ വെച്ച 6 നിയോഗങ്ങളും എനിക്ക് ഒന്നൊന്നായിട്ട് മാതാവ് പൂർത്തിയാക്കി തന്നു. ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഭവനം, ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ വർഷം മാർച്ച് 2025 ആയപ്പോഴത്തേക്കിന് എനിക്ക് ഒരു വീട് മേടിക്കാൻ പറ്റി. അതിലെൻ്റെ മമ്മിയും പപ്പയും എൻ്റെ സിസ്റ്ററും എല്ലാം സന്തോഷത്തോടെ താമസിക്കുന്നതും കാണാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ സെക്കൻഡായിട്ട് വെച്ചത്, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവ് നല്ലൊരു ജോലി തരണം, ജോലി തന്ന് എന്നാൽ എനിക്ക് മമ്മീനെയും പപ്പാനെയും ഒക്കെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി തീരുന്ന സെപ്റ്റംബർ എൻഡിലായിരുന്നു. സെപ്റ്റംബർ എൻഡ് ഒരു 28 ആയപ്പോഴത്തേക്കിനെ എനിക്ക് വിസയും ടിക്കറ്റും വന്നു. ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ ഒക്ടോബറിൽ ദുബൈയിലോട്ട് പോയി. ഒക്ടോബർ 2 തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ജോയിൻ ചെയ്തു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയും നല്ലൊരു സ്ഥലത്തോട്ടാണ് മാതാവ് എന്നെ അയച്ചത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒത്തിരി പേടികളുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിക്കുന്നത്. അവിടെ ഞാൻ കയറി ചെന്നതും എനിക്ക് കിട്ടിയ കബോർഡ്, ഞാനത് തുറന്നു നോക്കിയപ്പോഴും അവിടെ ഫസ്റ്റ് കണ്ടത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ആയിരുന്നു. മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു റൂമിലോട്ടാണ് ഞാൻ കടന്നു ചെന്നത്. ആ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. 3 പേരും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും വൈകുന്നേരത്തും ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ റൂമിലെ ചേച്ചിമാരും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും റൂമിലിരിക്കുമ്പോഴും ബൈബിളിൻ്റെ വാക്യങ്ങൾ പറഞ്ഞും മാതാവിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഫുൾ ടൈം ഞങ്ങളവിടെ ഇരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് അങ്ങനെയും ഒത്തിരി അനുഗ്രഹിച്ചു. എപ്പോഴും മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു.